കേരളത്തിലെ അറിയപ്പെടുന്ന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം. ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ് നാരീപൂജ. ചക്കുളത്തുകാവിൽ നടക്കുന്ന നാരീപൂജ വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വിളിച്ചൊല്ലി പ്രാർത്ഥനയും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ ചക്കുളത്തമ്മ എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയാണ്. വനദുർഗാ സങ്കല്പം, വനദുർഗ ആദിപരാശക്തിയാണ്, പ്രപഞ്ചമാതാവാണ്, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ്. അതുപോലെ തന്നെ സത്യമാണ്, സ്നേഹമാണ്, കാരുണ്യമൊക്കെ എന്താണ്? സാക്ഷാൽ ശ്രീ ചക്കുളത്തമ്മ തന്നെയാണ്. ഈ ചക്കുളത്തമ്മ തന്നെയാണ്. അതുപോലെ തന്നെ വളരെ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. എനിക്ക് 2-3 അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ പ്രിയ ഫ്രണ്ട്സിനോട് തൽക്കാലം പറയുന്നില്ല, പിന്നീട് ഒരിക്കൽ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടത് പറയുന്നതാണ്. അപ്പം വളരെ നല്ല പോസിറ്റീവ് വൈബുള്ള ക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം. ശ്രീ ചക്കുളത്തുകാവ് സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയുടെയും മീനച്ചിലാറിൻ്റെയും കൂടി സംഗമസ്ഥാനത്താണ്. ശ്രീ ചക്കുളത്തുകാവ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ പമ്പാനദി എന്ന് നമുക്ക് പറയാം. അതുപോലെ മീനച്ചിലാറെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ തന്നെ ചക്കുളത്തമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പ്രപഞ്ചമാതാവാണ്. ദേവന്മാരും അതുപോലെ മൂർത്തികളും അതുപോലെ അസുരന്മാരും ഒക്കെ ആവത്ഘട്ടത്തിൽ സ്മരിക്കുന്നത് അമ്മയുടെ രൂപമാണ്, ദേവിയുടെ രൂപമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് കേട്ടോ. ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. തിരുവല്ലയിലൊക്കെ പല സമയത്ത് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ശ്രീ ചക്കുളത്തുകാവിൽ പോയി തൊഴുതിട്ടുണ്ട് കേട്ടോ. തൊഴുതിന് ശേഷമാണ് ഞാൻ വന്ന് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല പോസിറ്റീവ് വൈബ് തോന്നിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം കേട്ടോ. അതുപോലെ